ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കുള്ള കൂടെ ആദ്യ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഭാസ്കരനും 4 മക്കളും താമസിക്കുന്ന വീട്. വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേൽക്കുകയാണ് മൂത്ത മകനായ സുഭാഷ്. അനുജന്മാരായ സുധീഷും ഹരീഷും നികേഷും നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. സുഭാഷ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയാണ്. ഭാസ്കരൻ എഴുന്നേറ്റ് പുറത്തു പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് ചായയുമായി വരികയാണ്. ചായ വാങ്ങാതെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? ആ ചായ ഇങ്ങോട്ട് തന്നെ. അങ്ങനെ ഹരീഷ് ആ ചായ വാങ്ങിച്ചു കുടിക്കുകയാണ്. ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും കാറ് കഴുകുന്നതും എല്ലാം സുഭാഷാണ്. പുറത്തേക്ക് പോകാനായി ഇറങ്ങുന്ന സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നു, നീ കഴിക്കുന്നില്ലടാ? എടാ, നീ സമയത്ത് തന്നെ വരണേ, എത്തിക്കോളാമെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഇന്നും ഉണ്ടോ കാപ്പിക്കുടി? ഈ സമയം അവിടേക്ക് വന്ന ബംഗാളികളായ 2-3 ജോലിക്കാർ സുഭാഷിനെ ജോലിക്കായി വിളിക്കുകയാണ്. വരുന്നില്ലാന്ന് സുഭാഷ് പറയുമ്പോൾ അതിലൊരാൾ ചോദിക്കുന്നു, ഓ, ഇന്നും പ്രോഗ്രാം ഉണ്ടോ? ഈ ആഴ്ച വാർക്കാനുള്ളതാണ് ചേട്ടാ, ഉച്ചക്കെങ്കിലും വരണേ. ഇത് കേട്ട് മോളെ വരാമെന്ന് പറഞ്ഞ അവരെ പറഞ്ഞു വിടുകയാണ് സുഭാഷ്. സുധീഷ് തന്റെ ടാക്സി കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഒരു പെൺകുട്ടി സുധീഷിന്റെ കാറിൽ കയറുകയാണ്. കണ്ണാടിയിലൂടെ ആ പെൺകുട്ടിയെ നോക്കുകയാണ് സുധീഷ്. ഇത് മനസ്സിലാക്കി ആ പെൺകുട്ടി ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നു. തുടർന്ന് ആ പെൺകുട്ടി പറയുന്നു, ഇവിടെ നിർത്തിയാ മതി, സ്ഥലം എത്തി. സുധീഷ് പറയുകയാണ്, അപ്പോഴേക്ക് സ്ഥലം എത്തിയോ? ടാക്സിയിൽ നിന്നും ഇറങ്ങാനായി തുടങ്ങിയ അവരോട് സുധീഷ് ചോദിക്കുന്നു, മാരീഡ് ആണോ? ഒരു കുഞ്ഞുണ്ടെന്ന് അവർ പറയുമ്പോൾ സുധീഷ് പറയുന്നു, അത് കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇത് കേട്ടവർ ഹലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, സോറി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചില്ല. അല്ല, മോളോട് അന്വേഷണം പറയണേ. എന്റെ പേര് സുധി അങ്കിൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. അവർ പറയുന്നു, ശരി, റേറ്റിംഗിന് റിവ്യൂ ഇടുമ്പോൾ പ്രത്യേകം പറഞ്ഞേക്കാം അങ്കിളെ. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ച നികേഷ് പറയുന്നു, ചേട്ടാ, ഞങ്ങൾ റെഡി ആട്ടോ, 11 മണിക്ക് എത്തണം അവിടെ. വരുവാടാ, നീ ഫോൺ വെക്കെന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ തോമസ് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, എടാ, നീ ഓട്ടത്തിലാണോ? സുധീഷ് പറയുന്നു, അതെ, കസ്റ്റമർ ഇപ്പൊ ഇറങ്ങി. തോമസ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഓൺലൈൻ ഓഫ് ചെയ്തിങ്ങി വാ, നമുക്ക് വേറൊരു സ്ഥലം വരെ. സുധീഷ് പറയുന്നു, തോമസ് ഏട്ടാ, ഉച്ചവരെ എനിക്കൊരു പേഴ്സണൽ ഓട്ടം ഉണ്ടെന്നാ പറഞ്ഞായിരുന്നില്ലേ? ഇത് കേട്ട് തോമസ് പറയുകയാണ്, ഓ, നിന്റെ ചേട്ടന്റെ കാപ്പി കുടിയല്ലേ? എത്ര കാലമായിട്ടാ ഇങ്ങനെ നടക്കുന്നു, ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തിക്കൂടെ? കൊള്ളാവുന്ന വീട്ടിലെ ആമ്പിള്ളേർക്ക് തന്നെ 30 കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാത്ത കാലമാ. നിന്റെ വീടിനെ പറ്റി അന്വേഷിച്ചാൽ ആരെങ്കിലും പെണ്ണിനെ അയക്കുവോടാ? സുധീഷ് പറയുന്നു, അതോർത്ത് തോമസ് ഏട്ടൻ ടെൻഷൻ ആകണ്ട, എന്റെ വീട്ടിലേക്ക് വരാനുള്ളവള് എങ്ങനെയാണെങ്കിലും വരും. അത് ഏട്ടത്തിയായിട്ടാണെങ്കിലും ശരി, എന്റെ ഭാര്യയായിട്ടാണെങ്കിലും ശരി. ഓക്കെ? തോമസ് പറയുകയാണ്, ആ, വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് SM കോളേജിൽ ഗ്രാജുവേഷൻ സെറമണി നടക്കുകയാണ്. സംഘാടകൻ മൈക്കിലൂടെ പറയുന്നു, ഇനിയും വരുന്നത് ഈ കോളേജിന്റെ തന്നെ അഭിമാനതാരമായ ഒരാളാണ്. യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഈ കോളേജിൽ നിന്ന് സ്വർണ്ണ മെഡലോടുകൂടി പുറത്തു പോകുന്ന ഭാവിയുടെ വാഗ്ദാനം, ആർക്കിടെക്ട് നിധി. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി കൈകൊട്ടുകയാണ് നിധിയുടെ അമ്മയും ചേട്ടനും ചേച്ചിയും മകളുമെല്ലാം. സന്തോഷത്തോടു കൂടി സ്റ്റേജിലേക്ക് വന്ന നിധിക്ക് സർട്ടിഫിക്കറ്റ്സും മെഡലും ഒക്കെ കൊടുക്കുകയാണ് പ്രിൻസിപ്പളും ടീച്ചേഴ്സുമെല്ലാം. സംഘാടക മൈക്കിലൂടെ പറയുന്നു, ആരെയും കൊതിപ്പിക്കുന്ന ഈ ഉജ്ജ്വല വിജയം നേടിയ നിധി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി അങ്ങോട്ട് തുടങ്ങാനിരിക്കുന്ന ജീവിതം എങ്ങനെയാണ് നിധി പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്വന്തം സ്വപ്നങ്ങളെ കുറിച്ച് നിധി നമ്മളോട് സംസാരിക്കും. അമ്മ പറയുന്നു, അവൾക്കല്ല, സ്വപ്നങ്ങൾക്ക് നമുക്കാ, അല്ലേ അരുണേ? മൈക്കിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, എല്ലാവർക്കും നമസ്കാരം. സ്വപ്നങ്ങൾ ആർക്കാ ഇല്ലാത്തത്? എനിക്കുമുണ്ട്. എന്റെ സ്വപ്നങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടിയാ ഈ മെഡൽ. ഇനിയാണ് ശരിക്കുള്ള സ്വപ്നങ്ങളിലേക്ക് ഞാൻ യാത്ര തുടങ്ങുന്നത്. മാസ്റ്റേഴ്സ് ചെയ്യണം, പുറത്തെവിടെയെങ്കിലും വലിയ കമ്പനിയിൽ പ്രാക്ടീസ് ചെയ്യണം, സ്വന്തമായിട്ടൊരു സ്ഥാപനം ആരംഭിക്കണം, അതിന്റെ കീഴിൽ ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യണം. ഒരു 10 വർഷത്തിനു ശേഷം കേരളത്തിലും പുറത്തുമുള്ള വലിയ പ്രോജക്റ്റുകളുടെ പിന്നിലെ നിർമ്മാണ കമ്പനി എന്റേതായിരിക്കും. അവിടെ ഇരിക്കുന്ന ഒരാൾ ഉറക്കെ ചോദിക്കുന്നു, കല്യാണം ഒന്നും വേണ്ടേ? നിധി പറയുന്നു, നമ്മുടെ നാട്ടിൽ കോളേജ് കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ നേരിടുന്ന ഒരു ചോദ്യമാണിത്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എന്റെ പ്രൊഫഷൻ, എന്റെ പാഷൻ, എന്റെ ഫസ്റ്റ് ലവ് എപ്പോഴും അതായിരിക്കും. 10 കൊല്ലം കഴിയുമ്പോൾ ഇതേ കോളേജില് ഇങ്ങനെ ഒരു ഡേയില് ഞാൻ ഗസ്റ്റ് ആയിട്ട് വരും. അന്നത്തെ കുട്ടികൾക്ക് മുമ്പിൽ ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്ന വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും. സ്വപ്നങ്ങൾക്ക് പുറകെ പോകുമ്പോൾ എങ്ങനെയാണ് വിജയങ്ങൾ ഉണ്ടാകുന്നതെന്ന് അത് കണ്ട് അവര് പഠിക്കും. ഓരോ പെൺകുട്ടികളും ജനിക്കുന്നത് അദൃശ്യമായ ചിറകുകളോടുകൂടിയാ. അത് അരിഞ്ഞു കളയുന്നത് വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ച് കടമ തീർക്കാൻ വെമ്പുന്ന അവരുടെ കുടുംബം കൂടിയാ. ഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്കാത്തൊരച്ഛനെ എനിക്ക് കിട്ടി. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും കൈകൊട്ടുകയാണ്. എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞ് നിധി സന്തോഷത്തോടു കൂടി സ്റ്റേജിൽ നിന്നും പോവുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കി കൈകൊട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ വരുന്ന സുധീഷ് കാണുകയാണ് ഒരു ചായക്കടയിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഭാസ്കരനെ. അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ പറയുന്നു, ഭാസ്കരേട്ടന്റെ മോനല്ലേ പോയത്, എന്നിട്ട് കണ്ട ഭാവം ഇല്ലല്ലോ. സുധീഷ് വണ്ടി പിന്നോട്ടേക്ക് എടുത്ത് ചായക്കടയുടെ അരികിൽ നിർത്തിയിട്ട് പറയുന്നു, ചേട്ടാ, ഒരു ചായ. ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് ചോദിക്കുന്നു, അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുത്തിയിരിക്കാനാണോ പ്ലാൻ? ഭാസ്കരൻ പറയുന്നു, എന്താടാ, നിന്റെ തള്ളക്ക് സ്ത്രീധനം കിട്ടിയ മുതലൊന്നും അല്ലല്ലോ. സുധീഷ് പറയുന്നു,
പറയുന്നു, ദേ ഇന്ന് ചേട്ടൻ പെണ്ണ് കാണാൻ പോകുന്ന ദിവസമാ. അറിയാലോ, നിങ്ങൾ അവിടേക്ക് കൂടെ വരുന്നുണ്ടോ അതോ ഞങ്ങൾ മാത്രം പോയി നാണം കിടണോ? അവിടെ ഇരിക്കുന്ന ആ വല്യച്ഛൻ ചോദിക്കുന്നു, നിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ അയക്കാമെന്ന് ആ വീട്ടുകാര് സമ്മതിച്ചോടാ? വെറുതെ ബ്രോക്കറിന് കാശ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചേട്ടാനിയന്മാര് മാത്രം പോയിട്ട് നാണം കെട്ട് മടങ്ങുന്നു. അപ്പൊ പിന്നെ ഈ വിളക്കെണ്ണയും കൂട്ടി പോയാൽ എന്താകുമെന്ന് ചോദിക്കാറുണ്ടോ? ഭാസ്കരൻ പറയുന്നു, അതേടോ, ഞാൻ വിളക്കെണ്ണ തന്നെയാ. ഒന്നിനും കൊള്ളാത്തവൻ. ഇയാള് പിന്നെ ഈ ഏരിയയിലെ കളക്ടർ ആണല്ലോ. ചായ കുടിച്ചെങ്കിൽ എഴുന്നേറ്റ് പോവാൻ നോക്കടോ. സുധീഷ് പറയുന്നു, ശരി, അച്ഛന്റെ കാര്യം പോട്ടെ. നിങ്ങളോ? നിങ്ങൾ എന്റെ അച്ഛന്റെ ചേട്ടനല്ലേ? ഇമാതിരി കാര്യങ്ങളില് കാരണവസ്ഥാനത്ത് നിങ്ങൾക്ക് നിന്നൂടെ? വലിയച്ഛൻ പറയുന്നു, പിന്നെ എന്നിട്ട് വേണം എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ. എടാ, നാട്ടിൽ വന്ന് 4 പേര് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചാല് ഏതെങ്കിലും ഒരുത്തൻ ആ വീട്ടിലേക്ക് സ്വന്തം മകളെ അയക്കുപോടാ. ഒരു കാര്യം ചെയ്, ആ വീടും പറമ്പും എനിക്ക് എഴുതി തന്നിട്ടെ ഞാൻ തരുന്ന കാശും വാങ്ങി ദേ നിങ്ങളുടെ ഈ അച്ഛനെയും കൂട്ടി നിങ്ങൾ 4 പേരും വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി താമസിക്കാൻ നോക്ക്. ഒന്നും അറിയാത്ത നാട്ടിലാകുമ്പോൾ ചിലപ്പോൾ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കിട്ടും. ഇത് കേട്ട് കാശ് കൊടുത്ത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ് സുധീഷ്. ഭാസ്കരൻ പറയുന്നു, എടാ, ഞാൻ കുടിച്ചതിന്റെ ചായയുടെ കാശ് കൂടി കൊടുക്കടാ. ഒരു ചായയും 4 വടയും. ദേഷ്യത്തോടു കൂടി ഇങ്ങേരുടെ ഒരു വട എന്ന് പറഞ്ഞ് മുന്നിലിരിക്കുന്ന വട എടുത്ത് വലിച്ചെറിയുകയാണ് സുധീഷ്. ഭാസ്കരൻ പറയുന്നു, എടാ, എന്റെ വട. സുധീഷ് പറയുന്നു, വട. നാട്ടുകാരെന്താണ് നമ്മുടെ വീടിനെ പറ്റി പറയുന്നതെന്ന് കേൾക്കരുത്. എന്തിന്? വല്യച്ഛൻ വരെ പറയുന്നത് കേട്ടില്ലേ? ഒന്നിനും ചെവി കൊടുക്കാതെ ഇവിടെ ഇരുന്നങ്ങ് തിന്ന്. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ പറയുന്നു, രാജ, ചൂടോടെ 2 വട കൂടി താ. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. വീണ്ടും നികേഷ് സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് സുധീഷ് പറയുന്നു, ഇവനോ വീണ്ടും? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ സമയം സുധീഷിന്റെ കാറിനെ ഓവർടേക്ക് ചെയ്തു പോവുകയാണ് നിധിയുടെ കാറ്. നിധിയും വീട്ടുകാരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ചേച്ചി പറയുന്നു, സ്റ്റേജിൽ വെച്ച് നിന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നിധി ചോദിക്കുന്നു, എന്നെ പോലൊരു മെഡിക്ക് കുട്ടിയെ പ്രസവിച്ചതില് അമ്മയ്ക്കിപ്പം ശരിക്കും അഭിമാനം തോന്നുന്നില്ലേ? അമ്മ പറയുന്നു, പിന്നെ ശരിക്കും. നിധി പറയുകയാണ്, അച്ഛൻ കൂടി വരേണ്ടതായിരുന്നു. അമ്മ പറയുകയാണ്, അച്ഛന് വീട്ടിൽ ഒരുപാട് ജോലിയില്ലേ മോളെ? നിധി ചോദിക്കുന്നു, വീട്ടിലോ? അച്ഛനോ? അപ്പോൾ അമ്മ പറയുകയാണ്, നീ വീട്ടിലേക്ക് വന്ന് നോക്ക്, അപ്പൊ കാണാലോ. എന്താണെന്ന് നിധി ചോദിക്കുന്നുവെങ്കിലും ചേച്ചി അറിയത്തില്ല എന്ന് പറയുകയാണ്. മോളുടെ കഴുത്തിലേക്ക് മെഡൽ ഇട്ട് കൊടുത്തുകൊണ്ട് നിധി പറയുന്നു, നിഹാരക്കുട്ടി, നീ ആന്റിയെ പോലെ പഠിച്ച് ഇതുപോലെ മെഡൽ വാങ്ങണം. നിന്റെ അച്ഛനെ പോലെ അരിയസും കൊണ്ട് വരാൻ നിൽക്കരുത്, കേട്ടല്ലോ. ഇത് കേട്ട് അരുൺ പറയുകയാണ്, എടി 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 വേണ്ട കേട്ടോ, നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു ബിസിനസ്സുകാരനാണ് ഞാൻ, മനസ്സിലായോ? നിധി പറയുന്നു, ആ ബിസിനസ് അച്ഛൻ ഉണ്ടാക്കി തന്നത് ചേട്ടൻ നോക്കി നടത്തുന്നു മാത്രം. നോക്കിക്കോ, 10 വർഷം അതിനു മുമ്പേ എന്റെ സ്വന്തം കമ്പനി നമ്മുടെ ഫാമിലി ബിസിനസിനേക്കാളും ടേൺ ഓവർ ഉണ്ടാക്കും. അരുൺ പറയുന്നു, അതറിയാവുന്നത് കൊണ്ടാണ് അച്ഛൻ നിനക്ക് വീട്ടിലൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ് എന്ന് നിധി ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അരുൺ പറയുന്നു, നീ വീടെത്തുന്നത് വരെ ഒന്ന് ക്ഷമിക്കും മോളെ. നിധി സംശയത്തോടു കൂടി ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പെണ്ണ് കാണൽ ചടങ്ങിന് പോകാനായി സുഭാഷിനെ ഒരുക്കുകയാണ് നികേഷ്. സുഭാഷ് പറയുന്നു, എടാ മതിയടാ, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും ശീലമില്ല. അപ്പോൾ നികേഷ് പറയുകയാണ്, ശീലിക്കണം. കണ്ണാടി കയ്യിലേക്ക് എടുത്തു കൊടുത്ത നികേഷ് പറയുന്നു, എങ്ങനെയുണ്ട്? പോരാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ശരിയാ. ഹെയർ ക്രീം എടുത്തു നോക്കി സുഭാഷ് പറയുന്നു, ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് തലയിൽ പുരട്ടിയാലും ഇതുപോലെ തന്നെ ഇരിക്കും. വെറുതെ രൂപ 340 കൊടുത്തത്. ആ ഹെയർ ക്രീമിന്റെ വില നോക്കിയിട്ട് സുഭാഷ് പറയുന്നു, എടാ, നീ എന്നോട് പറഞ്ഞത് 340 രൂപയാണെന്നല്ലേ? ദേ ഇതിൽ 280 രൂപ എന്നാണല്ലോ കാണുന്നത്. നീ എടുത്തോ? 60 രൂപയല്ലേന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, എടുത്തോ ഇല്ലയോ? അത് പറ. എടുത്തെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാ പോരെ, നിനക്ക് ഇത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നികേഷ് പറയുന്നു, അയ്യോ ദേ തല നരച്ചിട്ടുണ്ട്. സുഭാഷ് പറയുന്നു, എടാ 10-32 വയസ്സായില്ലടാ, നരയൊക്കെ വരും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഈ നര പറിച്ചു കളഞ്ഞാല് ബാക്കിയുള്ള മുടി കൂടി നടക്കും. ചേട്ടനോട് ആരാ ഈ മണ്ടത്തരം പറഞ്ഞു തന്നെന്ന് പറഞ്ഞ നികേഷ് മുടി പറിക്കുകയാണ്. അവിടേക്ക് വന്ന ഹരീഷ അവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പി വാങ്ങിച്ചുകൊണ്ടുവന്ന് കറി ഒഴിച്ച് കഴിക്കുകയാണ്. സുധീഷ് അവിടേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഹരീഷിനോട് നികേഷ് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഹരീഷേട്ടാ? അല്ല, മീൻകറി വാങ്ങി വന്നോ? സുധീഷ് പറയുന്നു, അതെങ്ങനെയാ? അവനല്ലെങ്കിലും അവന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഹരീഷ് പറയുന്നു, അതേടാ, നിനക്ക് കാശുമുടക്കൊന്നും ഇല്ലല്ലോ. സുഭാഷ് പറയുന്നു, എടാ അവൻ കഴിച്ചോട്ടെ, ദേ ഞാൻ ഇന്നിവിടെ കറിയൊന്നും വെച്ചിട്ടില്ല. നികേഷ് ചോദിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ലല്ലോ. സുധീഷ് പുഞ്ചിരിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, പുതിയതായി കുമ്മായം പൂശിയ വീട് പോലെയുണ്ട്. സാരമില്ല, വീടിന് വെള്ളം പൂശാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങേരുടെ മുഖം പൂശി വെളുപ്പിക്കാൻ പറ്റിയല്ലോ, നന്നായി. സുഭാഷ് പറയുന്നു, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. നീ ആ തുണിയും എടുത്ത് മുഖം തുടച്ച് കളഞ്ഞേക്കാം. നികേഷ് പറയുന്നു, കുഴപ്പമൊന്നും ഇല്ല ചേട്ടാ, വൃത്തികേടൊന്നുമില്ല. സുധീഷ് പറയുന്നു, എടാ സുഭാഷ് ഏട്ടനൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവുകയല്ലേ, മര്യാദയ്ക്ക് സംസാരിച്ചൂടെ നിനക്ക്? ഹരീഷ് പറയുന്നു, എടാ നികേഷ്, ആ 2 ചുണ്ടിന്റെ സൈഡിലും ജോക്കറിന് വരയ്ക്കുന്നത് പോലെ 2 ചുവന്ന വരയിട്ട് കൊടുക്ക്. അവിടെ ചെന്നാൽ നാണം കെട്ട് വരേണ്ടതല്ലേ, വിഷമം മുഖത്തും അറിയണ്ട. ചിരിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നിക്കോട്ടെ. സുധീഷ് പറയുന്നു, എടാ തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് ഞാൻ പല്ല് താഴെയിടും. ഹരീഷ് പറയുന്നു, എന്നാ താൻ ഇങ്ങോട്ട് വാടോ. സുഭാഷ് പറയുന്നു, എന്താ ഇത്? എടാ നീ മിണ്ടാതിരുന്നേ. സുധീഷ് പറയുന്നു, ഇവൻ കുറെ നാളായി തുടങ്ങിയിട്ട്, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അപ്പൊ തുടങ്ങും. ഹരീഷ് പറയുന്നു, എന്നാ പിന്നെ ഞാൻ വായു അടച്ച് മിണ്ടാണ്ടിരിക്കാം. വിരളിച്ചുകൊണ്ടേ സുധീഷ് പറയുന്നു, മിണ്ടാണ്ടിരിക്കുന്ന നിനക്ക് നല്ലത്. ദേഷ്യത്തോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, അത് കൽപ്പിക്കാൻ താൻ ആരോടോ? വിഷമത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് സുഭാഷ് പറയുന്നു, മക്കളെ മതി നിർത്ത്,
വെറുതെ ബഹളം വെക്കല്ലേ. ഹരീഷ് പറയുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാനിരുന്നാൽ ഇയാൾക്ക് പണ്ടേ ചോർച്ചില്ല. സുധീഷ് പറയുന്നു അതെ, അത് നിന്റെ വായിലിരിപ്പ് മോശമായതുകൊണ്ടാ. നാട്ടുകാരോ പറയുന്നുണ്ട്, ഇനി നീയും കൂടി പറയുന്നത് ഞങ്ങൾ കേൾക്കണോ? ഹരീഷ് പറയുന്നു നാട്ടുകാർ പറയുന്നത് തന്നെയാണ് സത്യം. ഈ വീട് നരകമാ, ഇതിന്റെ അകത്ത് ജീവിക്കുക എന്നുള്ളത് വിധിയായിപ്പോയി. സുധീഷ് പറയുന്നു എന്നാ പിന്നെ ഇറങ്ങിപ്പോടാ. ഹരീഷ് പറയുന്നു ആദ്യം താൻ ഇറങ്ങിപ്പോടോ. സുഭാഷ് പറയുകയാണ് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? വിഷമത്തോടുകൂടി ഹരീഷ് ചോദിക്കുന്നു ആഴ്ചയിൽ ഈ പെണ്ണ് കാണലിന് ഒരുങ്ങിപ്പോകാൻ സുഭാഷ് ഏട്ടന് നാണോ ഇല്ലേ? എന്തെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടോ? നടക്കില്ല, ഈ വീട്ടിലേക്ക് ആരും പെണ്ണ് തരില്ല. നികേഷ് പറയുന്നു ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ. ഹരീഷ് പറയുന്നു എടാ നീ മിണ്ടരുത്, ഇയാളെ കൊണ്ട് ഈ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നതിൽ നിനക്ക് നല്ല പങ്കുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി എടാ നിന്നെന്ന് പറഞ്ഞ് ഹരീഷിന്റെ കർണപുക ചടിക്കുകയാണ് സുധീഷ്. ഹരീഷ് താഴേക്ക് വീഴുമ്പോൾ മോനെന്ന് വിളിച്ച് ഹരീഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു വേണ്ട. സുധീഷ് എഴുന്നേറ്റ് വന്ന ഹരീഷ് സുധീഷിനെ അടിച്ച് താഴെ ഇടുകയാണ്. സുഭാഷ് പറയുന്നു വെറുതെ ഇരി. എടാ എന്താടാ ഈ കാണിക്കുന്നത്? മാറി നിൽക്കാൻ. സുധീഷും ഹരീഷും കൂടി തമ്മിൽ തല്ലുകയാണ്. അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. ഇത് കണ്ട് വളരെ വിഷമത്തോടുകൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ് നികേഷ്. ഈ സമയം ഒരു കാറ്റടിക്കുകയാണ്. ഒരു മരത്തിൽ നിന്നും ഒരു കിളിക്കൂടി താഴേക്ക് വീഴുന്നു. ശക്തമായ മഴ പെയ്യുകയാണ്. ചേട്ടന്മാരുടെ തല്ലും വഴക്കും കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നികേഷ്. തുടർന്ന് കണ്ടു നിറങ്ങിയ സുഭാഷ് ചോദിക്കുന്നു എന്താടാ ഈ വീട്ടിൽ മാത്രം ഇങ്ങനെ? എല്ലാവരും കൂടി സന്തോഷമായിട്ട് പോയിട്ട് വരേണ്ട കാര്യമല്ലേ ഉള്ളൂ, ആ സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കണോ? ഇത് കേട്ട് സുധീഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ഹരീഷ്. സുധീഷ് പറയുന്നു എല്ലാ തവണയും സന്തോഷത്തോടു കൂടിയല്ലേ ചേട്ടാ പോകാറുള്ളത്, എന്നിട്ട് എന്താകും അവസാനം? വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും ഒക്കെ അറിയുമ്പോൾ ഇങ്ങോട്ട് പെണ്ണിനെ കെട്ടിച്ചയക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിരം പല്ലവി. അതുപോട്ടെ ആ രാജേട്ടന്റെ കടയുടെ മുമ്പിലെ കുറ്റിയടിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഇരിപ്പുണ്ട് അച്ഛൻ. ചേട്ടന് പെണ്ണ് കാണാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പ്രതിമ പോലെ ഇരിക്കുന്നു. കാര്യം കേട്ടപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ ചിരിയും പരിഹാസവും. അത് കേട്ടിട്ട് ആ മനുഷ്യരൊരു അനക്കവും ഇല്ല. അവരുടെ കൂടെ ചേർന്ന് കളിയാക്കാൻ വലിയച്ഛനും. നാണമില്ലാതെ ഞാൻ അങ്ങേരോടും ചോദിച്ചു ഇന്ന് പെണ്ണ് കാണാൻ വരുമോന്ന്. തെറ്റ്, ചോദിച്ചത് തെറ്റ്. കഴിഞ്ഞ തവണ അമ്പലക്കടവിലെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്താ മക്കളെ വീട്ടിൽ സ്വന്തക്കാരും ഇല്ലേ എന്നൊരാക്കിയ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അത് കേൾക്കണ്ടല്ലോ എന്ന് കരുതി വിളിച്ചതാ. നമ്മുടെ കൂടെ വന്നാൽ അങ്ങേരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കും അത്രേ. അത് കേട്ടിട്ട് അച്ഛനൊരനക്കവും ഇല്ല. ഇതെല്ലാം കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ഹരീഷ്. സുധീഷ് പറയുന്നു എടാ നീയുമായി ഉണ്ടാക്കിയതല്ല, ഞാൻ അവരുമായി ഉണ്ടാക്കേണ്ടതായിരുന്നു. പിന്നെ അതെങ്ങനെയാ ചെയ്യുക എന്ന് കരുതിയിട്ടാ. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷിനെ ആശ്വസിപ്പിച്ച് സുഭാഷും അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കാറ്റത്ത് വീണ കിളിക്കൂടും പിടിച്ചിരിക്കുകയാണ് നികേഷ്. അരികിലേക്ക് വന്നിരുന്ന സുഭാഷിനോട് നികേഷ് ചോദിക്കുന്നു നമ്മുടെ വീട് മാത്രം എന്താ ഏട്ടാ ഇങ്ങനെ? എപ്പൊ നോക്കിയാലും വഴക്ക്, അടി, ദേഷ്യം, ചീത്തവിളി. വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനെ? ഇങ്ങോട്ടേക്ക് വരാനേ തോന്നാറില്ല, എങ്ങോട്ടെങ്കിലും പോയാലോന്നാ. നികേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു എടാ അങ്ങനെയൊന്നും ആലോചിക്കല്ലേ. നികേഷ് ചോദിക്കുന്നു ഈ വീട്ടിൽ എന്താ ഉള്ളത് ഏട്ടാ? മറ്റു വീടുകളിലെ പോലെ ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല അല്ലേ ഏട്ടാ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് ആരും നമ്മളെ പറ്റി പറയില്ലായിരുന്നു. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ നികേഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഭാസ്കരൻ വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ദേഷ്യത്തോടുകൂടി ഭാസ്കരനോട് സംസാരിക്കുകയാണ് നികേഷ്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സുധീഷും ഹരീഷും. നികേഷിനെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. നികേഷ് ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണോ? നിങ്ങൾ കാരണോ ഞങ്ങൾ ഇങ്ങനെ ആയത്? ഇത് കേട്ട് ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് ഭാസ്കരൻ. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന നിധി സന്തോഷത്തോടുകൂടി തനിക്ക് കിട്ടിയ മെഡലും സർട്ടിഫിക്കറ്റ്സും എല്ലാം അച്ഛനെ കാണിക്കുകയാണ്. സെലിബ്രേഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് ആര് പറഞ്ഞു സെലിബ്രേഷനും സദ്യ ഒന്നും ഇല്ലെന്ന്? നമ്മുടെ നിധിക്കുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നു. ഇത് കേട്ട് ഞെട്ടി നിധിയുടെ കയ്യിൽ നിന്നും ആ മെഡല് താഴേക്ക് വീഴുകയാണ്. തുടർന്ന് നിധിയെ പെണ്ണ് കാണൽ ചടങ്ങിനായി ഒരുക്കുകയാണ് ചേച്ചി. നിധി ചോദിക്കുന്നു ആർക്ക് വേണ്ടി ഇപ്പൊ ഈ കല്യാണം? എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി പറയുന്നു പക്ഷെ വരുന്നത് സിനിമാ നടനെ പോലെ ഒരു ചെറുക്കനാണെങ്കിലോ? തുടർന്ന് ഭാസ്കറിനെയും കൂട്ടി പെണ്ണ് കാണൽ ചടങ്ങിനായി പോവുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും. നിധിയുടെ വീട്ടിൽ അച്ഛനും ബന്ധുക്കളുമെല്ലാം പെണ്ണ് കാണാൻ വരുന്നവരെ കാത്തു നിൽക്കുകയാണ്. കാറിൽ ഗേറ്റിന്റെ അരികിലേക്ക് വന്ന സുഭാഷും ഭാസ്കറിനും കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് ശ്രദ്ധിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.